ഇപ്പോൾ വനിതാ സംവരണ ഭേദഗതി ബിൽ അടുത്ത ദിവസം തന്നെ പാസ്സാക്കും എന്ന രീതിയിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ചില ആശങ്കകൾ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഈ പ്രതിപക്ഷങ്ങൾ അതിനെ ഒന്നടങ്കം എതിർക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം എടുത്തു കഴിഞ്ഞാൽ ആ ജനാധിപത്യ സംവിധാനത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതും പ്രതിനിധീകരിക്കുന്നതായിരിക്കണം നമ്മുടെ ജനപ്രാതിനിധ്യ സഭകൾ എന്ന് പറയുന്നത്. ലോക്സഭയായാലും നിയമസഭയായാലും അങ്ങനെ തന്നെ ആവണം. നമ്മുടെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന വനിതകള്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പ്രാതിനിധ്യം നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് നമ്മുടെ ജനപ്രതിനിധി സഭയിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതിന്റെ അത് നമുക്ക് റിസർവേഷനിലൂടെയാണ് നമുക്ക് അതിനുള്ള ഒരു ബദൽ എന്ന് പറയണത്. അപ്പൊ നമുക്ക് 1952 ഒന്നാമത്തെ ലോക്സഭ നിലവിൽ വരുമ്പോൾ 22 വനിതകളാണ് നമ്മുടെ ലോക്സഭയിൽ അംഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അത് 18ാമത്തെ ലോക്സഭയിൽ എത്തുമ്പോഴേക്ക് അത് 74, ഏതാണ്ട് 14% മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതേസമയം ആദ്യകാലങ്ങളിൽ ഉള്ള വോട്ടർമാരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ, വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ പുരുഷ വോട്ടർ ശതമാനമായിരുന്നു കൂടുതൽ. കഴിഞ്ഞ ഈ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ സ്ത്രീ വോട്ടർമാരാണ് വോട്ടിംഗ് ചെയ്യുന്നതിൽ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ള ഒരു ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ ഏതാണ്ട് 48% വനിതകളാണുള്ളത്. അതിൽ തന്നെ എന്താണ് യഥാർത്ഥ വോട്ടെടുപ്പ് ദിവസത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരു ശതമാനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് സ്ത്രീ വോട്ടർമാരാണ് പുരുഷന്മാരെക്കാൾ ചെറിയൊരു പെർസെന്റേജ് വ്യത്യാസം കാണുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഇതിലേക്ക് വരുമ്പോൾ അത്രയൊന്നും സ്ത്രീകൾക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വനിതാ സംവരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ നിലവിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ലോക്സഭയിലെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെയും മൊത്തം MLA-മാരും MP-മാരും ഉള്ള ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 4666 MP-മാരും MLA-മാരുമാണുള്ളത്. അതില് ഏതാണ്ട് 464 പേരാണ് വനിതകളിൽ. 10% ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതും അത് പരിഹരിക്കപ്പെടേണ്ട ഒന്നും തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ 2023 നാരീശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന നിയമം നമ്മൾ കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവരുന്ന സമയത്ത് അന്ന് അത് വലിയ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഐക്യകണ്ഠേനയാണ് ആ നിയമം പാസ്സാക്കിയത്. അപ്പൊ ആ ഐക്യകണ്ഠേന പാസ്സാക്കി നമ്മളെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ പ്രതിപക്ഷവും എന്ന് പറഞ്ഞത് 2024 തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ഇതിനെ ഈ ബില്ല് കൊണ്ടുവരികയും അത് ഐക്യകണ്ഠേന പാസ്സാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ 2029 പുതിയ സെൻസസ് പ്രകാരം മാത്രമേ അതിനുശേഷമുള്ള ഡിലിമിറ്റേഷൻ പിന്നെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അപ്പൊ അങ്ങനെ ആ ഒരു ബില്ല് അവിടെ പാസ്സായി ചരിത്രപരം എന്ന് പറയുമ്പോഴും അത് പ്രാവർത്തികമാകുവാൻ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കുവാൻ നമ്മൾ 2029 അല്ലെങ്കിൽ അതിന്റെ ഒരു ഈ ഡിലിമിറ്റേഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സെൻസസും കഴിഞ്ഞ് 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. ആ സെൻസസിന് ശേഷമാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. നമ്മളുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ 1971 സെൻസസിന് ശേഷമുള്ള ഡീലിമിറ്റേഷന്റെ പ്രകാരമാണ് 543 എന്ന് പറയുന്ന ലോക്സഭയിലെ നമ്മുടെ ആ ഒരു എണ്ണം നമ്മൾ നിശ്ചയപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് 2001 നമ്മൾ അതിനിടയിലുള്ള ഒരു ഗ്യാപ്പിൽ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്താണ് കുടുംബാസൂത്രണം എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ മണ്ഡല പുനർനിർണയത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതിന് ജനസംഖ്യയാണ് നമ്മൾ ആനുപാതികമായിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു തലത്തിൽ
ഒരിക്കലും ഈ ജനസംഖ്യ നിയന്ത്രണത്തിന് അതൊരു തടസ്സമായി വരരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നമ്മുടെ അന്നത്തെ ഭരണാധികാരികൾ ഡിലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവിടെ അതിന് 543 പറയുന്ന എണ്ണത്തിൽ തന്നെ നിൽക്കുകയും അതിന്റെ ഒരു രീതിയിലാണ് നമ്മുടെ മണ്ഡലങ്ങൾ പിന്നീട് നിലനിന്ന് ഇന്ന് കാണുന്ന രീതിയിൽ വരുന്നത്. ഇനി 2011 ശേഷം 2021 നമുക്ക് നടക്കേണ്ട സെൻസസ് കോവിഡിന്റെ കാരണം കൊണ്ടും പിന്നീട് അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ചെറിയൊരു ജാഗ്രത കുറവുള്ളത് കൊണ്ടൊക്കെ തന്നെ അത് വൈകി വന്നു. പിന്നീട് ഇനിയിപ്പോ അത് 2027 കൂടിയ ആ സെൻസസിന്റെ ഇന്ന് നമ്മൾ ഡിജിറ്റൽ സെൻസസിന്റെ ഒരു കാലഘട്ടമാണ് നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സെൻസസിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ വെച്ചുകൊണ്ട് ഒരു മണ്ഡല പുനർനിർണയത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ 2034 മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പുതിയ മണ്ഡല പുനർനിർണയം ഉണ്ടാവുന്നതും അതിനനുസരിച്ചിട്ട്. ഓക്കെ സാർ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട്, അതായത് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ അത് 2033 കൂടി മാത്രമേ ഇത് ശരിയായി വരികയുള്ളൂ, പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് നടക്കുന്നത്? ഇപ്പോൾ വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കാൻ പോകുമെന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്ര തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതിന്റെ പ്രതിപക്ഷവും ഉൾപ്പെടെ ഇത് ഐക്യകണ്ഠേന എന്താണ് ഇത് ലോക്സഭയില് 3-2 ഭൂരിപക്ഷത്തിൽ പാസ്സായതാണ്. അന്ന് പാസ്സായി അതിന്റെ ഒരു നേട്ടം, അത് വനിതകൾക്ക് വേണ്ടിയിട്ട് എതിർക്കുന്ന ഒരു സംസ്കാരമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നേട്ടം പറയാൻ പറ്റുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനമന്ത്രിയൊക്കെ 2024 പ്രതികരിച്ചത്. പിന്നീട് ഒരു 30 മാസം കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും എന്താണ് അതേ ബില്ലിനെ ഒരു ഭേദഗതി എന്താണ് വരുന്ന രീതിയിലാണ് അത് കൊണ്ടുവരുന്നത്. അപ്പം ഈ വരുന്ന നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി മറ്റ് പശ്ചിമ ബംഗാളിലെയും അതുപോലെ തമിഴ്നാട്ടിലെയും ആസാമിലെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു പിന്നെ ഈ ഭേദഗതിയുമായിട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കണം. ഏപ്രിൽ 29 അവസാനഘട്ട വോട്ടെടുപ്പ് ബംഗാളിൽ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ച് അതിനുശേഷം അവരെ കൂടി കേട്ടുകൊണ്ട് വേണം ഇത്തരം ഒരു ഭേദഗതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകാനെന്ന് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും കേൾക്കാതെ ഈ 16 തൊട്ട് ഒരു 3 ദിവസം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം തന്നെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു സ്ത്രീ വോട്ടർമാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ടത്. ഇത് തന്നെയായാലും വനിതാ സംവരണം അത് എത്രയും പെട്ടെന്ന് നടപ്പിലാവണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്താണ് ജനാധിപത്യത്തിൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായും വനിതാ സംവരണം എന്ന് പറയുന്നത് ഉണ്ടാവുക തന്നെ വേണം, കാരണം അത് എല്ലാവർക്കും വേണ്ടി ഉള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ അതിലുള്ള ഹിഡൻ അജണ്ടകൾ ഇല്ലാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് തോന്നുന്നു. അതെ. അപ്പൊ നമ്മൾ ആ ലക്ഷ്യവും ഉദ്ദേശ ശുദ്ധിയും തമ്മിൽ വരുമ്പോൾ ആ ലക്ഷ്യത്തെക്കാൾ എന്താണ് അതിന്റെ ഉദ്ദേശശുദ്ധി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷവും കൂടി ഉൾപ്പെട്ട ഐക്യകണ്ഠേന ഒരു പാസ്സാക്കിയ ഒരു ബില്ലാണ് ആ ഒരു നമ്മുടെ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും എന്താണ് അന്ന് ഇതില് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 നമ്മളൊരു പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ ഒന്ന് നമ്മൾ വിമർശനാത്മകമായിട്ട് കാണുകയാണെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് പഠിക്കുന്ന അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന NGO കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ ഈ 2023 ഇത് പാസ്സാക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞു എന്താണ് 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അതില് അതിന്റെ ഒരു നിയമപരമായിട്ടുള്ള രീതിയിൽ അത് ഒന്നങ്ങനെ നടപ്പിലായില്ല. ഭരണപക്ഷം എന്താണ് ഇതൊരു വലിയ നേട്ടമായിട്ട് പറയുകയും പിന്നീട് 2 പാർട്ടികളും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ BJP-യിൽ നിന്ന് ആകെ നിർത്തിയ സ്ഥാനാർത്ഥികളിൽ 16% മാത്രമാണ് വനിതകൾ ഉണ്ടായിരുന്നത്. കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നൊക്കെ ഏതാണ്ട് 13% വനിതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേണമെങ്കിൽ എന്താണ് ഒരു നീതിപൂർവമായിട്ട് ഒരു നിയമനിർമ്മാണം അത് നടപ്പിലാവുന്ന പ്രായോഗികമായിട്ടുള്ള ഒരു കാലത്തിനപ്പുറം കാലത്തിന് മുൻപേ തന്നെ എന്താണ് ഒരു മാതൃകാപരമായിട്ട് ഒരു 33% ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു 20-25% വരെയൊക്കെ
സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മാതൃകയാവാനുള്ള അവസരങ്ങൾ അവസരവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ ഒന്ന് തന്നെയാണ് വനിതാ സംവരണ ബിൽ, ഭേദഗതി ബിൽ എന്ന് പറയുമ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ ഒന്നുമില്ലാതെ ഇരു സഭകൾ, അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷം ഒന്നു ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒന്നാണ് എന്നാണ്